അലൈക്കും. അപ്പം ഇന്ന് നമുക്ക് തേങ്ങയും ചീരുള്ളിയും നല്ലീരൊക്കെ ഇട്ടുകൊണ്ടൊരു പത്തിരി ഉണ്ടാക്കട്ടെ. അപ്പോൾ രാവിലെ ചായയും കടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിതൊരു തളികേക്ക് ഇട്ട് കണ്ടിട്ടാ. ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അങ്ങനത്തെ പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ കാലമായി കുഴക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നിങ്ങനെ കുട്ടിമ്മ വന്നല്ലേ, പേടിയിൽ നിന്നേ നമുക്ക് രാവിലെ ഒരു ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 4 പൊറാട്ട കൊണ്ടിച്ച്. അപ്പോൾ ഓനക്കൊരു പൊരിച്ച പത്തിരി വേണ്ടി. നമുക്ക് പൊരിച്ച പത്തിരിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം ഞാൻ ഓനക്ക് പൊരിച്ചിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് പറ്റാത്തവർക്ക് പൊരിച്ചാതെ ഉണ്ടാക്കാം. നമുക്ക് വിചാരിച്ചിട്ടിപ്പോൾ മക്കൾക്ക് പൂതികൾ ഇപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. ഒന്നും ഉണ്ടാക്കാനൊന്നും പറഞ്ഞിട്ട് കേട്ടോ, അവരെല്ലാവരും വേണ്ടെന്ന് തന്നെ പറയും. അങ്ങനെ വിചാരിച്ചുണ്ടാക്കി കൊടുത്തു നോക്കാം. അപ്പോൾ ചൂട് കുറേ ഷാറിയിക്കണം. നമുക്ക് ക്യാമറമാനൊന്നുമില്ല, മര്യാദക്കുള്ള മൊബൈൽ സ്റ്റിക്കും ഇല്ല. അപ്പം അതിനനുസരിച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ കൂടും ഒന്നുകൂടി ആയിക്കോട്ടെ. അപ്പം ഞാൻ കുഴച്ച് വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് പൊരിച്ച പത്തിരി ഉണ്ടാക്കാം. അതുകൊണ്ട് നമുക്ക് പിടി ഉണ്ടാക്കാം, കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കാം, കട്ടിപ്പത്തിരി ഉണ്ടാക്കാം, ഒക്കെ ഉണ്ടാക്കട്ടെ. കുഴലപ്പം ഉണ്ടാക്കാം. ഇതിലേക്ക് നീമാവ് മതി. ഞാനിത് പ്രസ്സും വെച്ചൊന്ന് അമർത്തി മറ്റേതിമ്മ പരത്തിയാണ് അങ്ങനെ ചെയ്യട്ടോ. നമുക്കിത് ഗ്ലാസ് കൊണ്ട് ഒന്നൊന്ന് മുറിച്ചെടുക്കട്ടോ. കണ്ടോ, ഇതിതാ ഈ ഒരു കനത്തിൽ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് 6 പരത്തി വെച്ചു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു 6 കുഴലപ്പം ഉണ്ടാക്കി വെക്കാം കേട്ടോ. ചെറിയ ബോളാക്കി ഇങ്ങനെ പരത്തി കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതാ കുഴലപ്പം സെറ്റ്. ഇത് 12 13 പിന്നെ നമ്മളെ പൊരിച്ച പത്തിരി 10. പിന്നെ ബാക്കിയിട്ട് 4 കട്ടിപ്പത്തിരി. ഇതിൽ ഏറ്റവും ഇഷ്ടം എനിക്കും കാക്കാക്കും കട്ടിപ്പത്തിരി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കട്ടിപ്പത്തിരിയൊക്കെ ചുട്ടിട്ട് കുറേ അയക്കണം. കാരണം നമുക്ക് ഈ കുഴക്കാൻ വെച്ചിട്ട് കയ്യിൻ്റെ വിരലൊന്നും രാവിലെ മടങ്ങി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പം നമ്മളെല്ലാം പിന്നെ പാരതുണ്ടാവും. അപ്പോൾ വൈകുന്നേരത്തിന് കുഴലപ്പം, പിന്നെ മറ്റേതാണ് പൊരിച്ചപത്തിരി, കട്ടിപ്പത്തിരി കണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ആക്കിക്കോളി, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി തരാം. പിന്നെ ഒരു തരം മാവ് കൊണ്ട് പലതരം കടികൾ. ഇനി നമുക്ക് ഈ മാവ് കൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കട്ടെ. അട ഉണ്ടാക്കാം. ഇതിൽ തേങ്ങയും പഞ്ചാരയൊക്കെ പരത്തിക്കാണ്ട് വെച്ചാൽ അടായി. പിന്നെ നമുക്കിത് ഉണ്ടാക്കത്താണ് കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാം, മറ്റേത് ഉണ്ടാക്കത്താണ് പിടി ഉണ്ടാക്കുക. അങ്ങനെ പല സംഭവം ഉണ്ടാക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അരി ചൂടാകാൻ വെച്ചിരിക്കണത് ചൂടാവട്ടെ കേട്ടോ. അപ്പം നമുക്ക് വെച്ചാത്തതുകൊണ്ട് നമ്മൾ പുറത്തും ഉണ്ടാക്കലില്ല. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ കുഴലപ്പം പൊരിച്ചപ്പത്തിരിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നാവുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എനിക്ക് പൊരിച്ചപ്പത്തിരിയൊന്നും ഞാൻ പരിപാടിക്കൊന്നും തിന്നലില്ല കേട്ടോ. വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ പണ്ട് നമ്മളമ്മ അങ്ങനെ ഉണ്ടാക്കി പൊരിച്ച് എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ, കുട്ടിക്കാലത്ത് തിന്നത്. പിന്നെ കട്ടിപ്പത്തിരി ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് കുറേ ആയിരിക്കണം. നമ്മൾ പൊരിച്ച പത്തിരി ഓയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓയിലെല്ലാം ചൂടായിരിക്കണം. അങ്ങനെ നമ്മളെ പത്തിരി ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ ഈ ചൂടുകൾക്ക് നെരിഞ്ഞ പൊരിച്ച പത്തിരി രസം കേട്ടോ. അതങ്ങനെ തണുത്തിട്ടുണ്ടാവില്ല. ഫുള്ള് സോഫ്റ്റും പുറം ക്രിസ്പിയും. പിന്നെ എൻ്റെ ജീരകത്തിലും തേങ്ങയിലും ഇടുന്നു ഒക്കെ ടേസ്റ്റ് ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നാളുടെ പച്ചവളമൊക്കെ ഇട്ടാൽ എരിവുണ്ടാവും. ഒരു വരുമ്പോഴാണ് ഇഷ്ടമുള്ള പിന്നെ മധുരമില്ലാത്ത കട്ടൻ ചായട്ടോ. നമ്മൾ കഫക്കെട്ടായതുകൊണ്ട് പാൽ കുടിച്ചു. അപ്പോൾ നമുക്ക് ഷുഗർ ആയതുകൊണ്ട് നമ്മളങ്ങനെ ഒട്ടും ഉണ്ടാക്കലുമില്ല. നമ്മളെ കുട്ടികൾക്ക് നമ്മളെല്ലാം പാലുണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്ക് ഷുഗർ ഇല്ലല്ലോ. ഇത് കടിച്ചുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പച്ചപ്പാട് കേൾക്കാം. അയ്യോ രസം. അപ്പോൾ ലാസ്റ്റ് ട്രിപ്പാണ്. ഇത് കുഴക്കാനുള്ള മെഷീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാറ്ററിംഗുകാരൊക്കെ ഏറ്റെടുക്കട്ടോ.
വേറെ പണിയൊന്നുമില്ല. കുഴച്ചാൽ പിന്നെ അത് പരത്തി മുറിച്ചിട്ട് ഞാൻ പൊരിച്ചെടുക്കാൻ കുഴക്കാൻ കുറച്ച് പാടുണ്ട്. ഇപ്പോൾ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. ആഗ്രഹം ഇരിക്കുന്നവർക്കൊക്കെ ജീവിതത്തിന് മാർഗം. യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്യട്ടെ. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് ഇത്ര ടേസ്റ്റാണ് ഇത് ചൂടോർക്ക് തിന്നപ്പോഴാണ് മനസ്സിലായത്. അതാണ് നമ്മൾ ഉണ്ടാക്കി നമ്മൾ തിന്നും. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊന്നും നിൽക്കാത്തത്. കല്യാണത്തിനൊന്നും ഞാൻ തിന്നറിയില്ല കേട്ടോ, കണ്ടുകൂടെയും. പക്ഷേ ഇപ്പം ഇത് ഉണ്ടാക്കിയാണ്ട് ചൂടോർക്ക് തിന്നപ്പോൾ ഇത് മക്കളെ ഞാൻ 2 തിന്നു. നല്ല ടേസ്റ്റ് ഇനിയും തിന്നാൻ കൂടിയാവും. എന്താ ചെയ്യുക. അപ്പോൾ പത്തിരി അവിടെ സെറ്റായി. ഞാൻ കുഴലപ്പം സെറ്റായി ഓടിക്കും. അപ്പോൾ രാവിലേക്കൊപ്പം കടിയായി, വൈകുന്നേരത്തിനും കടിയൊക്കെ ആയിട്ടോ. അപ്പോൾ ഇനി കട്ടിപ്പത്തിരിക്ക് മാവ് കുഴച്ചിട്ട് അല്ലെങ്കിൽ അടക്ക് മാവ് കുഴച്ചിട്ട് ബാക്കി ആയിട്ട് കൂടുതലൊന്നും പാത്തക്കണ്ട. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ കുഴലപ്പൊക്കെ കുറേ കൊല്ലം കളത്തിലൊക്കെ വെച്ചാൽ. അപ്പോൾ ഞാൻ കുഴലപ്പം ഇതുവരെ കഴിച്ചിട്ടില്ല. യൂട്യൂബിൽ കണ്ടാണ് ഉണ്ടാക്കാത്തത്. പൊരിച്ചപ്പത്തിരി ഞാൻ യൂട്യൂബിൽ കണ്ടാണ് ഉണ്ടാക്കുകയാണ്. ഫസ്റ്റ് ഉണ്ടാക്കിയത് നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ബുദ്ധിമുട്ട് ഇതൊക്കെ ഉണ്ടാക്കിയാണ് സെയിൽ ചെയ്യാൻ. പക്ഷേ ഇത് കുഴക്കാൻ നമുക്കൊന്ന് കഴിച്ചു മെഷീനൊക്കെ വാങ്ങാൻ ഇതിൻ്റെ പൈസയും കാര്യമൊന്നും നമുക്കറിയില്ല. അങ്ങനത്തെ പൈസയില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ജീവിതത്തിൽ മാർഗ്ഗമില്ലാത്തവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തോളം നിൽക്കണവർ നല്ല കാര്യങ്ങളാണ്. വീട്ടിലിരുന്ന ഒരു സമയം നമുക്ക് ഇങ്ങനെയൊക്കെ സമ്പാദിക്കാം. എനിക്ക് ഹെൽപ്പിന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും. എനിക്ക് ആദ്യം ഹെൽപ്പിന്. അതുകൊണ്ട് അപ്പം മറ്റുള്ളവരെ മുന്നിൽ കൈ നീട്ടാതെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കണം എന്നുള്ളവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണം. നമ്മളെ ആവശ്യത്തിന് നമ്മളെ പൈസ തന്നെ വേണം എന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്യട്ടെ. ആരോഗ്യം വേണം, അത്രേ ഉള്ളൂ. മനസ്സും വേണം ചെയ്യാനുള്ള. നമുക്ക് മനസ്സുണ്ട്, പക്ഷേ ആരോഗ്യമില്ലട്ട മക്കളെ. രോഗങ്ങൾ നമ്മളെ തളർത്തി. ആരോഗ്യമുള്ള കാലത്ത് നമ്മൾ യൂട്യൂബും ഫോണൊന്നുമില്ല. അതുകൊണ്ട് നമുക്കിതൊന്നും അറിയില്ല. അന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിന്ന് എവിടെയെങ്കിലുമൊക്കെ എത്തി എന്താ ചെയ്യല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പൈസ ടെൻഷനൊക്കെ വേണം. നമ്മളെ കുഴലപ്പത ഒരു ബാച്ച് ജസ്റ്റായിട്ട് അത് ചൂടാറിയിട്ട് നമുക്ക് ഗ്രേവി ചിക്കൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കുഴലപ്പത്തിന് പരത്തണ മാതിരി പരത്തിക്കാണ്ട് അതിങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് കാണും, അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് കാണും. നമുക്ക് ചിപ്സ് മോഡലും 6 നമ്പർ മോഡലിലൊക്കെ ഉണ്ടാക്കട്ടോ. അപ്പോൾ ഞാൻ ഒന്നെടുത്തുകൊണ്ട് ഒന്ന് കടിച്ചു തരാം കേട്ടോ. ഞാൻ ഒന്ന് കടിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ്. അപ്പോൾ നമുക്ക് കൂടി ഒന്ന് കാണിച്ചത് ഞാൻ മുറിച്ചോളാം കേട്ടോ. അപ്പോൾ ചൂട് ഏകദേശം ആകുന്നുള്ളൂ. കണ്ടപ്പം തിന്നു നോക്കാനൊരു പൂജ ഉപ്പാ. സൂപ്പറാണ് മക്കളെ, സൂപ്പർ. നല്ല ടേസ്റ്റ് ഉണ്ട്. പൊളിച്ചൊക്കെ ചെയ്തിട്ടുണ്ടോ? ലാസ്റ്റ് ബാച്ച് അതിട്ടിട്ടോ. ഇനിയത് ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു കേട്ടോ. അല്ല അല്ല പൊടി നല്ല മട്ടൻ കേട്ടോ. സൂപ്പർ. അപ്പം നമുക്ക് ലാസ്റ്റ് നമ്മൾ പത്തിരി ചുടാം. മിക്സലി പത്തിരി ചട്ടിയിലോട്ട് ചുടുന്നു. കട്ടിപ്പത്തിരി ചുട്ടിട്ട് കുറേ കാലമായി നന്നതിന് ചുറ്റും പറഞ്ഞ ചുടൽ മാറുന്നൊക്കെ. ഞാൻ ചുട്ടാലും നന്നാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മൺചട്ടി മാറ്റിയാണ്ട് ഒരു ചപ്പാത്തി ചുട്ടുന്ന ഇരുമ്പിൻ ചട്ടി ചുട്ടിട്ട് നന്നാഞ്ഞപ്പോൾ ഇതിൻ്റെ പാടെന്താ നോക്കുക. അപ്പോൾ ഈ ചട്ടി ചുട്ടപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. ഫ്രൈ പാൻ ചട്ടി ചുടുമ്പോൾ ഞാൻ സാറായി. പണ്ട് നമ്മൾ മൺചട്ടി തന്നെ ഒന്ന് ചുട്ടീനെ കേട്ടോ. എല്ലാം പൊള്ളിച്ച് വരുന്നുണ്ട്. എന്തേ പറ്റിയെന്നോ. ചിലേത് മൺചട്ടിയിൽ ഫസ്റ്റ് ചുടുമ്പോൾ അങ്ങനെ ആയി, പിന്നെ അത് നന്നായി വരും കേട്ടോ. ഞാൻ പണ്ട് ചുടുമ്പോൾ അങ്ങനെ ഒറ്റ പൊള്ളാനാവലുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നങ്ങനെ ആയപ്പോൾ പിന്നെ ഇപ്പം ഞങ്ങൾക്ക് ഫ്രൈ ചട്ടി മാറ്റി. ഇത് കുഴപ്പമില്ല, അങ്ങനെ പോകും. ഇത് ഒറ്റപ്പൊള്ളനാവില്ല ഈ ചട്ടിയിൽ വരും. മറ്റേ മൺചട്ടിയിലാണെങ്കിൽ ഒറ്റപ്പൊള്ളം ഒരാറാവും.
അടുത്തൊരു പത്തിരി ഉണ്ടായി ഞാൻ വിചാരിച്ചു ഫ്രൈ പാൻ ചട്ടി ചുട്ടാലോ അപ്പം നമുക്കതൊന്നും ഒരു റാത്താകണില്ല ഇങ്ങനെയല്ലേ അങ്ങോട്ട് പത്തിരി ചുട്ടാലുണ്ടാവില്ല അതുകൊണ്ടാട്ടോ ഫ്രൈ പാനിൽ ചുട്ടപ്പോൾ സൂപ്പർ ആയതുകൊണ്ട് ഇത് മക്കളെ ആണ് ചട്ടീൻ്റെ വ്യത്യാസം അപ്പം നമ്മളെ കുഴപ്പമില്ല കേട്ടോ ചത്തിരി കുഴപ്പം പിന്നെ ഇപ്പോൾ കുറേ ആയില്ലേ അപ്പോൾ ഇതിക്ക് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനിയിപ്പോൾ ചോറ്റയ്ക്ക് തേരൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കൂട്ടിക്ക് നന്നായിട്ട് തിന്നും നമുക്ക് പിന്നെ കറി വാങ്ങുന്നില്ല നമുക്ക് നോക്കാതൊന്നുമില്ല ഫസ്റ്റത്തെ പത്തിരി ഉണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പർ ആയിക്കണം അപ്പോൾ അതാണ് ഈ നോൺ സ്റ്റിക്ക് പാനും മറ്റേതും കൂടെയുള്ള വ്യത്യാസം കണ്ടോ ഒരുപാട് വ്യത്യാസമല്ലേ ഇത് നമ്മളെ ഇരുമ്പിൻ ചട്ടിയിലെ പത്തിരി കണ്ടണം അടിയത്ത് നമ്മളെ മൺചട്ടിയിലെ പത്തിരി ഇത് നമ്മൾ ഫ്രൈ പാനിലെ പത്തിരി ഏതല്ലേ വേഗം പറഞ്ഞു എഡിറ്റിംഗ് ഒന്നും ഇല്ലാത്ത വീഡിയോ ആണ് കുറേ നേരമായി ഫോൺ ഓണാക്കിയിട്ട് പോകാൻ ചൂടായി പൊടി തെറിച്ചെന്ന് പറഞ്ഞോട്ട് മോൻ അവൻ ഈ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കട്ടെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ നോക്കട്ടെ ഇൻഷാ അല്ലാഹ് അങ്ങനെ എല്ലാം സെറ്റായി അപ്പോൾ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ അസ്സലാമു അലൈക്കും